അർജുനും ശ്രീതുവും ലൈവില് ഒരുപാട് നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അർജുന്റെ അടുത്ത് ശ്രീതു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. നിനക്ക് ടോപ്പ് 5-ൽ വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അർജുന്റെ അടുത്ത്. അപ്പൊ അർജുൻ അവിടെ പറയുന്ന ആദ്യത്തെ മറുപടി, എനിക്ക് ടോപ്പ് 5-ൽ വന്നില്ലെങ്കിലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നാണ്. അപ്പൊ അതല്ല നിന്നോട് ഞാൻ ചോദിച്ചത്, ടോപ്പ് 5-ൽ വരാൻ ആഗ്രഹിക്കുന്നില്ലേ എന്നാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നത്, തീർച്ചയായും ടോപ്പ് 5-ൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, വിൻ ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് വിചാരിച്ച് അടുത്ത ആഴ്ച ഞാൻ പുറത്താവുകയാണെന്നുണ്ടെങ്കിൽ അതാലോചിച്ച് വിഷമിച്ചിരിക്കാനായിട്ട് ഞാനില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. ഇവിടം വരെ എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ലൈഫിന് വേണ്ടി ഞാൻ തേടിപ്പോവും, അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടും. അല്ലാതെ ഇതാലോചിച്ച് ഞാൻ വിഷമിക്കില്ല. ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും 100 ദിവസം ഇവിടെ നിൽക്കണമെന്നും വിൻ ചെയ്യണമെന്നും കപ്പ് കിട്ടണമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാന്നൊന്നും ഞാൻ പറയാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് അർജുൻ അവിടെ പറയുന്നത്. അപ്പോൾ ശ്രീതു പറയുന്നുണ്ട്, എസ് എ ക്വസ്റ്റ്യൻ അല്ല, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുനെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് തിരിച്ച് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല അർജുൻ. അപ്പം എന്നിട്ട് അർജുൻ തന്നെ പറയുന്നുണ്ട്, നിന്റെ മറുപടി എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കാത്തത് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്തായാലും അർജുനെ മുമ്പും പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളിലും, എനിക്ക് 100 ദിവസം ഇവിടെ നിൽക്കണം, എൻ്റെ വ്യക്തിത്വം കാണിക്കണം, എൻ്റെ ക്യാരക്ടർ കാണിക്കണം, എന്നെ എങ്ങനെയാണ് എൻ്റെ പേരൻസ് വളർത്തിയത്, എന്താണ് എൻ്റെ ക്യാരക്ടർ, ഞാനിവിടെ ഇങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നിരുന്നു എന്ന് ഞാൻ മരിച്ചു പോയാലും ജനങ്ങൾ അറിയണം, ഇതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചും അർജുൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും അർജുൻ ശ്രീധുവിൻ്റെ അടുത്തിരുന്ന് അതാണ് പറയുന്നത്, കപ്പ് കിട്ടണം, 100 ദിവസം നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത്രയും ദിവസം നിന്നില്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ഇവിടെ നിന്ന് പോവുക എന്നാണ് അർജുനും ശ്രീധുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നത്.